ഹൗ ടു സോൾവ് 27 ടു ദ പവർ എക്സ് ഈക്വൽ ടു 1/x. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം 27 ടു ദ പവർ എക്സ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിന്റെയും എക്സ്പോണന്റ് ആയിട്ട് ഞാനൊരു 1/x എടുക്കാണ്. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറും. അപ്പൊ നോക്കാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 27 എക്സും 1/x എക്സ്പോണൻസ് ആണ്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 1/x എന്ന് എഴുതാം. സോ ദിസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് ഇല്ല, 1/x ടു ദ പവർ 1/x. ഓക്കെ, ഇവിടെ എക്സ്പോണന്റിൽ എക്സും എക്സും ക്യാൻസൽ ആയി. പിന്നെ നമുക്കുള്ളത് 27 raised to 1. 27 raised to 1 എന്ന് പറയുന്നത് 27 ആണ്. സോ ദിസ് ഈക്വൽ ടു 1/x ടു ദ പവർ 1/x. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് നോക്കിയാൽ അറിയാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ബേസ് എന്ന് പറയുന്നതും എക്സ്പോണന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാറ്റാൻ പറ്റും നോക്കാം. ഇപ്പൊ 27 അതുപോലെ എഴുതാണെങ്കിൽ നമുക്ക് 3³ എന്ന് എഴുതാം. സോ ദിസ് ഈക്വൽ ടു 1/x ടു ദ പവർ 1/x. നോക്കാം, രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബേസും എക്സ്പോണന്റ് സെയിം ആണ്, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും ബേസും എക്സ്പോണന്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 1/x ഈക്വൽ ടു എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 1/x ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം, അതായത് എക്സ് ഈക്വൽ ടു എത്രയായിരിക്കും? 1/3. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.